ബാലതാരമായി സിനിമയിലെത്തിയ കാലത്ത് ലഭിച്ച 500 രൂപയിൽ തുടങ്ങി ഇന്ന് 150 കോടി രൂപ വരെ പ്രതിഫലം വാങ്ങുന്ന ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളിലൊരാളായി 1960-ൽ പുറത്തിറങ്ങിയ കളത്തൂർ കണ്ണമ്മ എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചപ്പോൾ ലഭിച്ച 500 രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതിഫലം. കാലക്രമേണ മികച്ച അഭിനയത്തിലൂടെയും സിനിമാ നിർമ്മാണത്തിലെയും തിരക്കഥാരചനയിലെയും നൂതന പരീക്ഷണങ്ങളിലൂടെയും അദ്ദേഹം തന്റെ മാർക്കറ്റ് വാല്യൂ ഉയർത്തി. 1994-ൽ പുറത്തിറങ്ങിയ മഹാനദി എന്ന ചിത്രത്തിലൂടെ 1 കോടി രൂപ പ്രതിഫലം വാങ്ങുന്ന ആദ്യ ഇന്ത്യൻ താരങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറി. ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാൽക്കി 2898 AD എന്ന ചിത്രത്തിലെ സുപ്രീം യാസ്കിൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനായി അദ്ദേഹം 150 കോടി രൂപ വരെ പ്രതിഫലം വാങ്ങിയെന്നാണ് കരുതപ്പെടുന്നത്. കേവലം 10 ദിവസത്തെ ഷൂട്ടിങ്ങിനാണ് ഈ തുക നൽകിയതെന്ന റിപ്പോർട്ടുകൾ വലിയ ചർച്ചയായിരുന്നു. ബിസിനസ് തന്ത്രങ്ങൾ വെറും പ്രതിഫലം മാത്രമല്ല, ലാഭവിഹിതം, പ്രോഫിറ്റ് ഷെയറിംഗ്, വിതരണാവകാശം, ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് തുടങ്ങിയ ബിസിനസ് തന്ത്രങ്ങളും അദ്ദേഹത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അവ്വൈ ഷൺമുഖി പോലുള്ള ചിത്രങ്ങളിൽ പ്രതിഫലത്തിന് പകരം വിതരണാവകാശം സ്വീകരിച്ചത് വലിയ സാമ്പത്തിക ലാഭമുണ്ടാക്കിയിരുന്നു. ദശാബ്ദങ്ങളായി അഭിനയത്തിൽ മാത്രമല്ല, സംവിധാനം, നിർമ്മാണം, സംഗീതം, മേക്കപ്പ് തുടങ്ങിയ വിവിധ മേഖലകളിൽ നടത്തിയ നിരന്തരമായ പരിശ്രമങ്ങളും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അദ്ദേഹത്തിന്റെ താല്പര്യവുമാണ് ഈ വലിയ നേട്ടത്തിന് പിന്നിൽ.